ഇത് കാണുന്നതേ പറ്റാത്തവർക്ക് പിന്നെ ഇതിൻ്റെ സ്മെല്ല് പറ്റുമോ? അപ്പോൾ എല്ലാതും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്ന സിമ്പിൾ റെസിപ്പിയാണ്. കുറച്ച് വെള്ളം തിളപ്പിക്കുക, ഉപ്പും ചേർത്തിട്ട് 2 കപ്പ് സോയാബീൻ ചേർത്ത് 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നല്ല വെള്ളത്തിലിട്ടിട്ട് 2-3 പ്രാവശ്യം ഞെക്കി പിഴിഞ്ഞ് കഴുകിയെടുക്കണം. ഇനി ഇതിലേക്ക് മസാലകളായിട്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, വലിയ ജീരകം പൊടിച്ചതും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് മാത്രം അരിപ്പൊടിയും കോൺഫ്ലവറും 2 ടീസ്പൂൺ തൈരും കുറച്ച് വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ആക്കിയിട്ട് വേവിച്ച് വെച്ച സോയ ചേർത്ത് കൊടുക്കുക. മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ഓയിൽ ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഇനി ഇതിലേക്ക് സോയ ഇട്ട് കൊടുക്കുക. ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വരുമ്പോൾ കുറച്ച് പച്ചമുളകും കറിവേപ്പിലും ചേർത്തിട്ട് അതുകൊണ്ട് ഇന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇനി ഒരു പാൻ എടുത്തതിലേക്ക് സോയ ഫ്രൈ ആക്കി വെച്ച ഓയിലും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 കപ്പ് ചെറിയുള്ളി ചതച്ചതും 1 ടീസ്പൂൺ ചില്ലി ഫ്ലക്സും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ സോയാ സോസ്, ഒരു പിഞ്ചളവിൽ ഉപ്പ്, കുറച്ച് മാത്രം നാരങ്ങ നീരും ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഫ്രൈ ആക്കി വെച്ച് സോയ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ആണ്.